അപ്പോൾ ഗൈസ് നമ്മളിന്നൊരു പുതിയ അക്കൗണ്ട് തുടങ്ങിയിട്ട് ആ അക്കൗണ്ട് 7 ദിവസം കൊണ്ട് എങ്ങനെയാണ് ആ അക്കൗണ്ട് പ്രോ പ്ലെയർ ആയി ആ അക്കൗണ്ടിൻ്റെ അവസ്ഥ എങ്ങനെ ഇരിക്കുന്നതാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് ഇങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ അക്കൗണ്ടിൻ്റെ പേര് SGMON എന്നാണ്. ഈ അക്കൗണ്ടിന് ഇപ്പോൾ 8 ലെവലാണ് ഉള്ളത്. ഞാൻ ഇപ്പോൾ BR കളിക്കാൻ വേണ്ടി 8 ലെവലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നൈസായിട്ട് BRും CS ഒക്കെ കളിച്ചിട്ട് തുടങ്ങാം. ഞാൻ ഇതുവരെ ഞാൻ BR കളിച്ചിട്ടില്ല. അപ്പം തന്നെ നമുക്ക് ഇനി സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ പീക്കിൽ ഇറങ്ങി അത്യാവശ്യം ഞാൻ ലൂട്ട് എടുത്തു. അതിനിടയ്ക്ക് ഞാൻ കുറച്ച് എനിമീസിനെ കൊന്ന്. ഞാൻ അവസാനം ലാസ്റ്റത്തെ എനിമിയും കൂടി നോക്കിക്കഴിഞ്ഞു. ആ എനിമീനെ കൂടി കിട്ടിയാൽ നമ്മൾ ബുയ അടിക്കും. ആ എനിമീനാണെങ്കിൽ കാണാനുമില്ല. ഞാനാണെങ്കിൽ സൂം ചെയ്ത് നോക്കിയപ്പോൾ എനിമീനെ കണ്ട് അടിക്കുകയും ചെയ്ത്. അങ്ങനെ നമ്മളങ്ങനെ 16 കിൽ പ്ലസ് ബുയ അടിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ അത്യാവശ്യം നല്ല പ്ലസ്സും കിട്ടിയിട്ടുണ്ട്. പ്ലസ് എത്ര കിട്ടിയത് എന്ന് വെച്ചാൽ 117 പ്ലസ് ബ്രൗൺസ് 2 ആയി. അങ്ങനെ ഗൈസ് നമ്മുടെ ഡേ 1 ഞാൻ ഇത്രയൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കി. നല്ലൊരു പിക്ചർ പ്രൊഫൈലൊക്കെ മേടിച്ച് പിന്നെ 10 ലെവലായി സിൽവർ അടിച്ച്. ഇതാണ് നമ്മുടെ ഡേ 1ത്തെ പ്രോഗ്രസ്. പിന്നെ ഞാൻ അത്യാവശ്യം നല്ല കോസ്റ്റ്യൂംസും സെറ്റാക്കിയിട്ടുണ്ട്. അത്യാവശ്യം ക്യാരക്ടേഴ്സിനും കോസ്റ്റ്യൂമും ഒക്കെ സെറ്റാക്കി. അപ്പോൾ നമ്മൾ ഡേ 1 ഇവിടെ തീരുകയാണ്. ഡേ 2ൻ്റെ ഫസ്റ്റത്തെ കളി തന്നെ BR നമുക്ക് എക്സ്ട്രാ മാപ്പാണ് കിട്ടിയുള്ളത്. ഈ കളി എന്തായാലും പോയി അടിക്കണം എന്നുള്ളൊരു മൈൻഡിലാണ് ഞാൻ കളി തുടങ്ങിയത്. പിന്നെ നൈസായിട്ട് ഇവിടുന്ന് എനിമിയൊന്നും കാണാതെ ലൂട്ട് എടുക്കാൻ തുടങ്ങി. പിന്നെ ഫുള്ളും ബോട്ടുകളായതുകൊണ്ട് പിന്നെ എളുപ്പമുണ്ടായിരുന്നു. കുറച്ച് റിയൽ പ്ലെയേഴ്സ് വരുള്ളൂ. അങ്ങനെയുള്ള ഒരു ലാസ്റ്റത്തെ എനിമി മാത്രമാണ് കളിയിൽ. പിന്നെ ആ എനിമിനും കൊണ്ട് നമ്മൾ ബുയ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അത്യാവശ്യം നല്ല പ്രോഗ്രസ് ഈ ഇതുണ്ടാക്കിയിട്ടുണ്ട്. ഇനിയും നമുക്ക് കുറേ കളിക്കണം. എന്നിട്ട് നല്ല മാക്സിമം ഹീറോയ്ക്ക് അടിക്കാൻ നോക്കണം. പിന്നെ CS-ലൊന്ന് ഹീറോയ്ക്ക് അടിച്ചാൽ നമ്മുടെ പ്ലാൻ സെറ്റായി. ഞാൻ പിന്നെ സിൽവർ 2 കൂടി അടിച്ചിട്ടുണ്ട്. പിന്നെ വേറത്തെ 2ാം ദിവസത്തെ കളി എൻ്റെ കൂട്ടുകാരൻ്റെ കൂടെയായിരുന്നു. ഓൻ പിന്നെ ഉള്ളതുകൊണ്ട് കുറച്ച് പ്രോ പ്ലെയേഴ്സ് വരാൻ തുടങ്ങിയതുകൊണ്ട് ഡുവോ ആയതുകൊണ്ട് അപ്പോൾ ഞാൻ ഒരു കില്ലൊക്കെ എടുത്ത്. പിന്നെ ഞങ്ങൾ ലാസ്റ്റ് കുറച്ച് 18 എനിമീസൊക്കെ ആയപ്പോൾ ഞാൻ എന്തായത് കയറിപ്പോയി. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ ചത്തുകൊണ്ട് ഞാൻ പെട്ടെന്ന് കയറിപ്പോയപ്പോഴേക്കും ഓനൊക്കെ ഒന്ന് എനിമീ നോക്കി. പക്ഷെ ഓൻ്റെ ടീമേറ്റ് വന്നിട്ട് പെട്ടെന്ന് എന്നെ അടിച്ചിക്കാണെങ്കിൽ അടിക്കാനും കിട്ടിയില്ല. എൻ്റെ കയ്യിൽ ഡാമേജ് ഇല്ലാണ്ട് ഞാൻ ഡെഡായി. പിന്നെ ആ കളിയും കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ ചെയ്തത്, കുറച്ച് വൗച്ചേഴ്സ് കറക്കാമെന്ന് വിചാരിച്ചു. ഞാനൊരു വീഡിയോയിൽ ഇത് ന്യൂബുകൾക്ക് മാത്രം, ഈ അക്കൗണ്ട് തുടങ്ങിയവർക്ക് മാത്രമുള്ളൊരു വൗച്ചറാണ് ഇത് നമ്മുടെ കുറേ ദിവസമായി തുടങ്ങിയവർക്കൊന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ ട്രിക്ക് ഉണ്ടായിരുന്നു പെട്ടെന്ന് ആ വൗച്ചേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ ആദ്യം ലോൺ വൂൾഫ് കളിക്കുക. അതിൽ നമ്മൾ ചാവണം. ചത്തിട്ട് ബാക്ക് അടിച്ചിട്ട് ലക്കി റോയിൽ 2-3 വട്ടം സ്പിൻ ചെയ്തിട്ട് എന്നിട്ട് വൗച്ചർ കറക്കുക. ഞാനങ്ങനെ കളി ചാവുകയും ചെയ്ത് എന്നിട്ട് ബാക്ക് അടിക്കുകയും ചെയ്ത്. ഇപ്പം അടിച്ചിട്ട് നമ്മളെന്താ ചെയ്യേണ്ടത്, നേരെ ലക്കി റോയിലേക്ക് പെട്ടെന്ന് പോകണം. നമ്മൾ സ്ലോ മോഷൻ ആവാൻ പാടില്ല. നമ്മൾ നേരെ ലക്കി റോയിലേക്ക് പോയിട്ട് ഒരു 1, 2, 3 വട്ടം ഒന്ന് നൈസായിട്ട് സ്പിൻ ചെയ്യുക. ഈ ഫ്രീ ഫയർ പിന്നെ ജോക്കർ ബണ്ടിൽ ആക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നത്. അപ്പോൾ വരുക അത് എല്ലാവരും പോയി എടുക്കണം. എടുത്തവരൊന്ന് കമൻറ്റ് ചെയ്യട്ടോ വീഡിയോൻ്റെ അടിയിൽ ജോക്കറിൻ്റെ. അപ്പോൾ എനിക്കിപ്പോൾ നല്ല ടോക്കൺസാണ് കിട്ടണേ. നമ്മുടെ ഐഡിയ ട്രിക്ക് ചെറുതായിട്ടൊന്ന് പാളിപ്പോയിട്ടുണ്ട്. കിട്ടി ഗായ്സ്, നമുക്ക് P90 അവസാനം എങ്ങനെയൊക്കെ കിട്ടി. നമ്മുടെ ലാസ്റ്റ് 10ാമത്തെ സ്പിന്നിലാണ് നമുക്ക് P90 കിട്ടിയിട്ടുള്ളത്. കണ്ടാകുന്നത് നീല കളർ തിമിംഗലം പോലത്തെ നമ്മുടെ P90. ഇനി നമുക്ക് നമ്മുടെ കയ്യിൽ ഇപ്പം എനിക്ക് അത്യാവശ്യം ടോക്കൺ 199 ടോക്കൺ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ എനിക്ക് ആ M4A1 ആണ് ഞാൻ മേടിക്കാൻ പോണത്. മാഗ് ഞാൻ അധികം യൂസ് ചെയ്യാത്ത ഗണ്ണാണ് മാഗ്.
അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് എടുക്കുകയാണ് M4 ആവേണ്ട സ്കിന്ന്. നമുക്ക് തൽക്കാലം ഉണ്ട് ഇപ്പോൾ മേടിക്കാം. പ്ലാറ്റിനം അടിച്ചാൽ പിന്നെ എളുപ്പമായി ഡയമണ്ട് അടിക്കാനൊക്കെ പെട്ടെന്ന് പ്ലാറ്റിനം അടിച്ചാൽ നമുക്ക് സുഖമായി. പിന്നെ ഞാൻ നമ്മളെ M4 ആണെങ്കിൽ കൂടെ ഉണ്ട് എടുത്തിട്ടുണ്ട്. ഇനി നേരെ നമുക്ക് നമ്മുടെ കളി തുടങ്ങാം. പിന്നെ ഞാൻ കുറേ കളി കളിച്ചു. അതിലത്തെ ഒരു കളി മാത്രമാണിത്. ഇതിൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് ഞാൻ കളിച്ചിട്ടുള്ളത്. പിന്നെ നമ്മളെ ഡേ 3 ഞാൻ അധികം കളിയൊന്നും കളിച്ചിട്ടുമില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ പ്രോഗ്രസ്. അധികം കളിയൊന്നും കളിക്കാത്തതുകൊണ്ട് അധികം ഇമ്പ്രൂവ്മെൻറ്റും ഇല്ല. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ, നമ്മുടെ കണ്ടൻറ്റ് ഇത്രേ ഉള്ളൂ. ഇനി 7 ദിവസം എന്നല്ലേ പറഞ്ഞിരുന്നു. എനിക്ക് 4 ദിവസം ആക്കാനേ പറ്റിയിട്ടുള്ളൂ. കാരണം എനിക്കാണ്ട് ഇത് മുഴുവിപ്പിക്കാണ്ട് പറ്റണില്ല. എനിക്ക് ഇത് എടുക്കാനൊന്നും തോന്നണില്ല, ഒരു ഇതില്ല. എനിക്കെൻ്റെ പുതിയ അക്കൗണ്ടിൽ തന്നെ കളിക്കാനൊരു തോര. പിന്നെ അതുകൊണ്ട് നമ്മുടെ കണ്ടൻറ്റ് ഇവിടെ നിർത്തുകയാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം. അപ്പോൾ ഇതാണ് നമ്മുടെ 4-ാം ദിവസത്തെ നമ്മുടെ ലാസ്റ്റ് ദിവസം, അതായത് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രസ്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ.